Dear students, welcome back. Today, I am going to start a new chapter of our first year business studies, that is 7th chapter, Formation of a Company, Formation of a Joint Stock Company. We know that joint stock company or a company form of organization is considered as the most suitable form of business organization on a large scale, and it has the main advantage is to a huge financial resources and also a good or professional management. നമ്മൾ ജോൺ സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ലാർജ് സ്കെയിലിൽ ബിസിനസ് നടക്കുമ്പോൾ, വൻകിട അല്ലെങ്കിൽ വൻതോതിലുള്ള ബിസിനസ്സുകൾ നടത്തുമ്പോൾ ഏറ്റവും അനുയോജ്യമായതാണ് ഇത് ജോൺ സ്റ്റോക്ക് കമ്പനി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ റിസോഴ്സസ്. അതിൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജാണ്, വലുതാണ്. അതുമാത്രമല്ല അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രൊഫഷണൽ ടു കമ്പയർ ടു ദി അതർ ഫോംസ് ഓഫ് business organization. So we can say that a company form of business organization is considered as the most suitable form of a business activities on a large scale. So we know that a company is required legal existence, or the registration of a company is very compulsory according to the Companies Act 2013 or previous Act 1956. 1956 കമ്പനീസ് ആക്ടോ അല്ലെങ്കിൽ 2013 വന്ന കമ്പനീസ് ആക്ടോ പ്രകാരം ഒരു ജോൺ സ്റ്റോക്ക് കമ്പനിയെ രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ കമ്പൽസറിയാണ്. അതിൻ്റെ ലീഗൽ സ്റ്റാറ്റസ്, അതിൻ്റെ രജിസ്ട്രേഷനിലൂടെ കിട്ടുന്ന ലീഗൽ സ്റ്റാറ്റസിന് വളരെയധികം വാല്യൂ ഉണ്ട്. സോ the steps required to form, or the steps required to from conceiving ideas to the commencement of business are referred to as the stages of the formation of a company. അതുകൊണ്ട് തന്നെ ഒരു ജോൺ സ്റ്റോക്ക് കമ്പനി ഫോം ചെയ്യുവാൻ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്, അത് തുടങ്ങുവാൻ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നിട്ടായിരിക്കണം ഒരു ജോൺ സ്റ്റോക്ക് കമ്പനി എന്ത് ചെയ്യേണ്ടത്, ഫോം ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ഘട്ടങ്ങളെ, ഒരു കമ്പനി ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഘട്ടങ്ങളെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നു? ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നു. കമ്പനിയുടെ രൂപീകരണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് ജോൺ സ്റ്റോക്ക് കമ്പനിയുടെ രൂപീകരണത്തെക്കുറിച്ചാണ്. അത് ഒരുപാട്, നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ അതെന്ത് ചെയ്യുന്നു, കടന്നു പോകുന്നു. പ്രധാനമായും 4 സ്റ്റേജസിലൂടെയാണ് ജോൺ സ്റ്റോക്ക് കമ്പനിയുടെ ഫോർമേഷൻ കടന്നു പോകുന്നത്. പ്രധാനമായും 4 സ്റ്റേജസിലൂടെയാണ് ജോൺ സ്റ്റോക്ക് കമ്പനിയുടെ ഫോർമേഷൻ കടന്നു പോകുന്നത്. ദ ഫസ്റ്റ് വൺ പ്രൊമോഷൻ, സെക്കൻഡ് വൺ ഇൻകോർപ്പറേഷൻ or registration എന്ന് നമുക്ക് പറയാം, incorporation, and third one subscription of capital, and fourth one commencement of business. So these are the main 4 steps or stages included in the formation of a company. So ഈ ഇത്തരത്തിലുള്ള ഈ സ്റ്റെപ്പുകളെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്റ്റേജസ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മെയിൻലി there are 4 steps, that is for promotion, incorporation, subscription of capital, and fourth one commencement of business. അല്ല, ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രൊമോഷൻ. എന്താണ് ഈ പ്രൊമോഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ദാറ്റ് പ്രൊമോഷൻ ഈസ് എ പ്രോസസ്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രക്രിയയാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. It is the process of identifying business opportunity and analyzing its prospects, and taking appropriate steps to implement it for the formation of a company. അപ്പോൾ പ്രൊമോഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ബിസിനസ് അവസരങ്ങളെ കണ്ടെത്തുകയും അതിനെ അനലൈസ് ചെയ്യുകയും അതിൻ്റെ പ്രോസ്പെക്ട്സിനെ കുറിച്ച് അനലൈസ് ചെയ്യുകയും വിശകലനം ചെയ്യുകയും അത് നടപ്പിലാക്കുവാനുള്ള അനുയോജ്യമായ മാർഗങ്ങൾ കണ്ടെത്തുന്ന ഒരു സ്റ്റെപ്പിനെയാണ്, നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിനെയാണ് ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രൊമോഷൻ ഓഫ് എ ജോൺ സ്റ്റോക്ക് കമ്പനി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുക. അപ്പോൾ ഒരു കമ്പനി തുടങ്ങുവാൻ പോകുമ്പോൾ
ഓക്കെ, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ കമ്പനിക്ക് അനുയോജ്യമായ ബിസിനസ് അവസരങ്ങളെ കണ്ടെത്തുകയും അതിനെ അനലൈസ് ചെയ്യുകയും അതിൻ്റെ പ്രോസ്പെക്ട്സിനെ കുറിച്ച്, അതിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും കുറിച്ച് മനസ്സിലാവുകയും അതുപോലെ തന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ, ആ കമ്പനി രൂപീകരിക്കുവാൻ വേണ്ടി, നടപ്പിൽ വരുത്തുവാൻ വേണ്ടി ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും അതിൻ്റെ പ്രോസ്പെക്ട്സിനെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് അത് നടപ്പിലാക്കാനുള്ള അനുയോജ്യമായ മാർഗവും സ്വീകരിക്കുന്നതിന് ാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രൊമോഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി ഫോം ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേജിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രൊമോഷൻ. അറ്റ് ദാറ്റ് സ്റ്റേജ്, ആ സ്റ്റേജിനകത്ത് എന്താ നടക്കുന്നത്? എന്തെല്ലാമാണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്? എന്തൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഈ കമ്പനി തുടങ്ങേണ്ടത്? അതിൻ്റെ സാധ്യതകൾ എത്രമാത്രമാണ്? ഓക്കെ, എന്നതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ വേണ്ടി അപ്രോപ്രിയേറ്റ് സ്റ്റെപ്പ്, അനുയോജ്യമായ സ്റ്റെപ്പുകൾ കൈക്കൊള്ളുന്നതിനെയാണ്, ടേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രൊമോഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് those person or a group of person or companies who take the initiative to bring a company into existence is known as promoter. ഓക്കെ, അപ്പോൾ ഹു ഈസ് പ്രൊമോട്ടർ നമ്മൾ അടുത്ത് ഇപ്പം നമ്മൾ പ്രൊമോഷൻ എന്നുള്ള പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുകയാണ് ഹു ഈസ് പ്രൊമോട്ടർ. ആരാണ് ഒരു പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ? പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളാവാം, അല്ലെങ്കിലോ ഒരു കമ്പനി തന്നെയാവാം. ഇവരെന്താ ഇവിടെ ചെയ്യുന്നത്? ഒരു കമ്പനി നിലവിൽ വരുവാൻ വേണ്ടിയുള്ള, ഒരു കമ്പനി നിലവിൽ വേണ്ടിയുള്ള എല്ലാ സ്റ്റെപ്പുകളും, എല്ലാ ഘട്ടങ്ങളും, ഒരു കമ്പനി നിലവിൽ വരുവാൻ വേണ്ടി മുൻകൈ എടുക്കുന്ന, അങ്ങനെ നമുക്ക് പറയാം, മുൻകൈ എടുക്കുവാൻ സഹായിക്കുന്ന, ഒരു കമ്പനി നിലവിൽ വരുവാൻ വേണ്ടി മുൻകൈ എടുക്കുവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു കമ്പനിയെയോ ആണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രൊമോട്ടർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ സിംപ്ലി സേ ദാറ്റ് ദോസ് person who take the promotion activities of a company. Those person who take the promotion. What is the meaning of promotion? Promotion is the first സ്റ്റെപ്പ് ഓഫ് ദി കമ്പനി. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അല്ലേ? അത് ചെയ്യുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തിയെ അല്ലെങ്കിൽ കമ്പനികളെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രൊമോഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നു. ഓക്കെ, സോ ദ മെയിൻ ഡ്യൂട്ടി എന്തായിരിക്കും? ഒരു പ്രൊമോട്ടറുടെ ഡ്യൂട്ടി എന്തായിരിക്കും? നമ്മൾ പ്രൊമോഷൻ എന്നുള്ള അതിനകത്ത് പഠിച്ച കാര്യം തന്നെയാണ്. എന്ത്? ഐഡൻറ്റിഫൈങ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ബിസിനസ് അവസരങ്ങളെ കണ്ടെത്തുക, അനലൈസ് ചെയ്യുക, അതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുക, അത് നടപ്പിൽ വരുത്തുവാൻ വേണ്ടി സഹായിക്കുക. അങ്ങനെ ഒരു കമ്പനി രൂപീകരിക്കുവാൻ വേണ്ടി സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? പ്രൊമോട്ടറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോൾ മാത്രമല്ല റിസോഴ്സസ് കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ മണി, റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ മണി, മെഷീനറി, മെറ്റീരിയൽസ്, ഇതിനെല്ലാം കളക്ട് ചെയ്യുകയും അതെല്ലാം വേണ്ട രീതിയിൽ മാനേജ് ചെയ്യുകയും എല്ലാം ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു പ്രൊമോട്ടറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, സോ ദിസ് ഇസ് പ്രൊമോഷൻ ആൻഡ് ദിസ് ഇസ് പ്രൊമോട്ടർ. Promotion is a process and promoter is a person. Okay. Next, functions of promotions. Functions of പ്രൊമോട്ടർ. ഒരു പ്രൊമോട്ടറുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പ്രധാനമായും 6 പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഒരു കമ്പനി ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊമോട്ടർ ചെയ്യേണ്ടത്. സോ ദ മീനിങ്, ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ എന്നത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ദ പ്രോസസ് ഓഫ് പ്രൊമോഷൻ ബിഗിൻസ് വെൻ പ്രൊമോട്ടർ ഐഡൻറ്റിഫൈസ് എ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. എപ്പോഴാണോ ബിസിനസ് അവസരങ്ങൾ ഒരു കമ്പനിക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ് അവസരങ്ങൾ സൊസൈറ്റിയിൽ കണ്ടെത്തുന്നത്, ആ ഒരു സമയത്താണ് ഒരു പ്രൊമോട്ടർ അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസ് എന്ത് ചെയ്യുന്നത്? തുടങ്ങുന്നത്. പ്രധാനമായും 6 സ്റ്റെപ്പിലൂടെയാണ് പ്രൊമോട്ടറുടെ ഫങ്ഷൻ കടന്നു പോകുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. ബിസിനസ് അവസരങ്ങൾ കണ്ടെത്തുകയാണ്. ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ ബിസിനസ് അവസരങ്ങൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ അതിനുണ്ടാവാൻ പോകുന്ന പ്രോഫിറ്റിനെ കുറിച്ചും പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ചും റിസ്കിനെ കുറിച്ചും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറിച്ച്
പ്രൊമോട്ടർ എന്ത് ചെയ്തിരിക്കണം, ഒരു ഐഡൻറ്റിഫിക്കേഷൻ, ഓക്കെ, ഒരു കൺസീവ്സ് ആര് നടത്തിയിരിക്കണം, ഒരു പ്രൊമോട്ടർ നടത്തിയിരിക്കണം. അതിന് എത്രമാത്രം പ്രോഫിറ്റ് കിട്ടും, ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കമ്പനിക്ക് എത്രമാത്രം പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ അത് എത്രമാത്രം റിസ്ക് ഏറ്റെടുക്കേണ്ടിയിരിക്കും, അതിൻ്റെ റിസോഴ്സസ് എങ്ങനെ ലഭിക്കും, ഡിഗ്രി ഓഫ് റിസോഴ്സസ്, ഏതെല്ലാം റിസോഴ്സസ് അത് ഉപയോഗിക്കണം, ഏതെല്ലാം ലേബർ പവേഴ്സിന് ഉപയോഗിക്കണം, മെൻ, മണി, മെറ്റീരിയൽ, അല്ലേ, ഇതെല്ലാം ഏതൊക്കെ മെഷീൻ, ഇതെല്ലാം ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം എന്ന കാര്യം ആര് കണ്ടുപിടിച്ചിരിക്കണം, പ്രൊമോട്ടർ കണ്ടുപിടിച്ചിരിക്കണം. ദാറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് എ പ്രൊമോട്ടർ. ഓക്കെ, രണ്ടാമത്തത് ഫീസിബിലിറ്റി സ്റ്റഡീസ് ആണ്. സാധ്യതാ പഠനം എന്ന് പറയും ഫീസിബിലിറ്റി സ്റ്റഡീസ്. ദാറ്റ് ഈസ് ദ സ്റ്റഡീസ് അബൌട്ട്, പ്രധാനമായും 3 ഫീസിബിലിറ്റീസ് ആണ്, 3 സാധ്യതകളാണ് ഒരു ബിസിനസ് ഫോം അല്ലെങ്കിൽ ഒരു കമ്പനി ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത് വരുന്നത്. ഒന്നാമത്തത് ടെക്നിക്കൽ ഫീസിബിലിറ്റി ആണ്. ഓക്കെ, സാങ്കേതികപരമായിട്ട് ഈ ഒരു ഈ കമ്പനി ചെയ്യാൻ പോകുന്ന ബിസിനസ്സിന് സാങ്കേതികപരമായിട്ടുണ്ടാവുന്ന സാധ്യതകൾ അല്ലെങ്കിൽ സാങ്കേതികപരമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പ്രൊമോട്ടർ മനസ്സിലാക്കണം. സംടൈംസ് ദ ഐഡിയ മേ ബി ഗുഡ്. ഓക്കെ, ആ പ്രൊമോട്ടർ കണ്ടെത്തിയ ഐഡിയ ഒരു പക്ഷേ വളരെ നല്ലതായിരിക്കാം, ബട്ട് ദ ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദാറ്റ് മേ നോട്ട് ബി, അത് ഒരു പക്ഷേ അതെന്താവണമെന്നില്ല, ഗുഡ് ആവണമെന്നില്ല. സോ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ടെക്നിക്കലി ഐഡിയ വളരെ നന്നായിരിക്കും, പക്ഷെ അത് ടെക്നിക്കലി അഡോപ്റ്റ് ചെയ്യാൻ ഒരു പക്ഷേ എന്തുണ്ടായിരിക്കും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്തിരിക്കും, ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ഫീസിബിലിറ്റി, രണ്ടാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ടത് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റിയാണ്. ഓക്കെ, ഫിനാൻസ് ഈസ് കൺസിഡേർഡ് ആസ് ദി ബ്ലഡ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ വളരെ രക്തമായിട്ട് തന്നെ നമുക്ക് ഫിനാൻസിനെ കണക്കാക്കാം. അപ്പോൾ എത്രമാത്രം ഫണ്ട് വേണമെന്നും, ഓക്കെ, ആ ഫണ്ട് എങ്ങനെ കണ്ടെത്തണമെന്നും, ഏതെല്ലാം രീതിയിൽ കണ്ടെത്തണമെന്നും ആര് അറിഞ്ഞിരിക്കണം, പ്രൊമോട്ടർ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് എക്കണോമിക്കൽ ഫീസിബിലിറ്റിയാണ്. എക്കണോമിക്കൽ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ദേ വിൽ ഗെറ്റ്. ഓക്കെ, എത്രമാത്രം പ്രോഫിറ്റ് അതിന് ഈ ഒരു ബിസിനസ് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ എത്രമാത്രം ലോസ് അതിന് വരാൻ സാധ്യതയുണ്ട്, പ്രോഫിറ്റിനെ കുറിച്ചും ലോസിനെ കുറിച്ചിട്ടും ഒരു സാധ്യത പഠനം ആര് നടത്തിയിരിക്കണം, ഈ പ്രൊമോട്ടർ എന്ത് ചെയ്യണം, നടത്തിയിരിക്കണം. സോ ഫീസിബിലിറ്റി സ്റ്റഡീസിൽ പ്രധാനമായും ഈ 3 ഫീസിബിലിറ്റീസ് ആണ് വരുന്നത്. ഒന്ന് ടെക്നിക്കൽ ഫീസിബിലിറ്റീസ്, രണ്ടാമത്തത് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റീസ്, മൂന്നാമത്തെ ഏതാണ്, എക്കണോമിക്കൽ ഫീസിബിലിറ്റീസ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രൊമോട്ടറുടെ റോൾ എന്ന് പറഞ്ഞാൽ നെയിം അപ്രൂവലാണ്. ഒരു കമ്പനിക്ക് നിർബന്ധമായും പേരുണ്ടായിരിക്കണം, അല്ലേ? കമ്പനി അറിയപ്പെടുന്നത് അതിൻ്റെ പേരിലൂടെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കമ്പനിയുടെ പേര് കണ്ടെത്തേണ്ട ചുമതല ആരുടേതാണ്, പ്രൊമോട്ടറുടെയാണ്. ഓക്കെ, ദേ ഹാവ് ടു എൻഷുർ ദാറ്റ് ദ പ്രൊമോട്ടർ ഹാവ് ടു എൻഷുർ ദാറ്റ് ദ നെയിം selected for the company does not match with the name of the other existing company. ഓക്കെ, ഒരു പേര് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രൊമോട്ടർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അയാൾ സെലക്ട് ചെയ്ത, ഈ കമ്പനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത ഒരു പേര് മറ്റൊരു കമ്പനിയുടെ പേരുമായിട്ട് സാദൃശ്യമുള്ളതോ, ഓക്കെ, ക്ലോസ് റിസംബിൾസ്, അതായത് സാദൃശ്യമുള്ളതോ അതുപോലെ തന്നെ മറ്റൊരു കമ്പനിയുടെ പേരോ ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ പേര് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആര് ഒരുപാട് ശ്രദ്ധിക്കണം, പ്രൊമോട്ടർ ഒരുപാട് ശ്രദ്ധിക്കണം. ബിക്കോസ് ആ ഒരു പേര് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഒരു കമ്പനിയുടെ പേരുമാവരുത്, ആ ഒരു നിലവിലുള്ള ഒരു കമ്പനിയുടെ പേരുമായിട്ട് റിസംബിൾസ്, ഓക്കെ, റിസംബിൾനെസ് എന്ന് പറഞ്ഞാൽ എന്താ, റിസംബിൾനെസ് ആവാനും സാദൃശ്യം ഉണ്ടാവാനും എന്ത് ചെയ്യില്ല, പാടില്ല. ഓക്കെ, ആൻഡ് നാലാമത്തെ പ്രൊമോട്ടറുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഫിക്സിംഗ് അപ്പ് the signatories of the memorandum of association. കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റായ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയും, കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ്. ആ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്യിപ്പിക്കുക, എക്സ്പെഷ്യലി ദ ഫസ്റ്റ് സൈൻ എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് ആണ് അതിനകത്ത് ആദ്യം സൈൻ ചെയ്യിപ്പിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സിനകത്ത് ഡയറക്ടേഴ്സിനെയൊക്കെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ്, പ്രൊമോട്ടറുടേതാണ്. ഓക്കെ, നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രൊഫഷണൽസിനെ, വൈദഗ്ധ്യമുള്ളവരുടെ ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്, പ്രൊമോട്ടർക്കാണ്. ദാറ്റ് മീൻസ് ബാങ്കേഴ്സ്, മെർക്കൻറ്റൈൽ ബാങ്കേഴ്സ്, ഓക്കെ, അതുപോലെ തന്നെ ഓഡിറ്റേഴ്സ്, അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സ്, ഓക്കെ, ഇങ്ങനെയുള്ള പ്രൊഫഷണൽ വ്യക്തികളെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്, നമ്മുടെ പ്രൊമോട്ടർക്കാണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് പോയിന്റ് പ്രിപ്പറേഷൻ ഓഫ് ലീഗൽ ഡോക്യുമെൻറ്റ്സ്. Preparation of legal, that is the most important function of a promoter, because ഒരു ബാക്കി എല്ലാം ഓക്കെ ആയി, ബിസിനസ് ഫസ്റ്റ് പോയിന്റ് ഓക്കെയാണ്, സെക്കൻഡ് പോയിന്റ് ഓക്കെയാണ്, ദാറ്റ് ഈസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ, ഏത് ബിസിനസ്സാണ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റിയെ കണ്ടെത്തി, അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡീസ് നടത്തി, അതിൻ്റെ പേര് കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനകത്ത് സൈൻ ചെയ്യിപ്പിച്ചു, പ്രൊഫഷണൽസിനെ അപ്പോയിൻറ്റ് ചെയ്തു. നെക്സ്റ്റ് ഹി ഷുഡ് അദ്ദേഹം ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ
preparation of legal documents ആണ്. Okay, because that legal documents is necessary for the registration of a company. ആ കമ്പനിയുടെ രജിസ്ട്രേഷന് വളരെ അത്യാവശ്യമാണ് ഈ ലീഗൽ ഡോക്യുമെൻറ്റ്സ്. സോ ഹി ഷുഡ് പ്രിപ്പയർ ദ ലീഗൽ ഡോക്യുമെൻറ്റ്സ്. പ്രൊമോട്ടർ നിർബന്ധമായിട്ടും ലീഗൽ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തിരിക്കണം. പ്രധാനമായും 3 ലീഗൽ ഡോക്യുമെൻറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ, മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് ദി മാഗ്ന കാർട്ട ഓഫ് ജോൺ സ്റ്റോക്ക് കമ്പനി, മാഗ്ന കാർട്ട ഓഫ് ജോൺ സ്റ്റോക്ക് കമ്പനി. രണ്ടാമത്തത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ ടേബിൾ എ എന്നൊക്കെ പറയൂ കേട്ടോ. അടുത്തത് കൺസെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ കൺസെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള സമ്മതപത്രം. അപ്പോൾ ഈ 3 കാര്യങ്ങളുമാണ് പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ്. ഇത് പ്രിപ്പയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ്? നമ്മുടെ പ്രൊമോട്ടറുടെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു കമ്പനിയുടെ ഫോർമേഷനാണ്. ആ കമ്പനിയുടെ ഫോർമേഷൻ പ്രധാനപ്പെട്ട 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അതിലെ ഒന്നാമത്തെ ഘട്ടമായ പ്രൊമോഷനെ കുറിച്ചിട്ടും പ്രൊമോഷൻ ചെയ്തു തരുന്ന വ്യക്തിയായ പ്രൊമോട്ടറെ കുറിച്ചിട്ടുമാണ് നമ്മൾ പഠിച്ചത്. വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യുക. താങ്ക് യു സോ മച്ച്.